ശേഷം ഇന്ത്യ നേടിയ വിജയം തീർച്ചയായും അവസാന മത്സരത്തിൽ ഫൈനൽ മത്സരത്തിൽ ഇതുവരെ ഫോമിലേക്ക് ഉയർന്നിട്ടില്ലാത്ത മഹേന്ദ്ര സിംഗ് ധോണി ഈ ലോകകപ്പിലെ ടൂർണമെന്റിൽ എല്ലാ മത്സരങ്ങളിലും മോശമായി ബാറ്റ് ചെയ്ത ധോണി അതിഗംഭീരമായി ബാറ്റ് ചെയ്യുന്നു. മാൻ ഓഫ് ദി മാച്ച് എന്ന പുരസ്കാരം അദ്ദേഹം സ്വന്തമാക്കുന്നു. ക്യാപ്റ്റന്റെ ഇന്നിംഗ്സ് അദ്ദേഹം കാഴ്ചവെക്കുന്നു. അതിനുള്ള അംഗീകാരവും അദ്ദേഹത്തിന് ലഭിക്കുന്നു. തീർച്ചയായും ധോണി എന്ന ക്യാപ്റ്റൻ അദ്ദേഹം തിരഞ്ഞെടുത്ത തീരുമാനങ്ങൾ എന്തൊക്കെയായിരുന്നു, ഏതൊക്കെ ചോദ്യത്തിന് മറുപടി നൽകണം എന്നതൊക്കെ അദ്ദേഹത്തിന് വ്യക്തമായി അറിയാമായിരുന്നു. തീർച്ചയായും താൻ എന്തുകൊണ്ട് ടോപ്പ് ഓർഡറിൽ യുവരാജ് സിംഗിന് മുൻപായി തന്നെ ഫോമിൽ നിൽക്കുന്ന യുവരാജ് സിംഗിന് മുൻപായി തന്നെ താൻ എന്തുകൊണ്ട് ടോപ്പ് ഓർഡറിൽ എത്തി ബാറ്റ് ചെയ്യാൻ എന്നതിനെക്കുറിച്ചും അദ്ദേഹം വിശദീകരണം നൽകി. കാരണം ഇന്ത്യൻ ടീമിൽ സ്വേച്ഛാധിപതി എന്ന രീതിയിലല്ല തീരുമാനങ്ങൾ കൈക്കൊള്ളുന്നത് എന്നത് അദ്ദേഹത്തിന്റെ വാക്കുകളിൽ നിന്ന് വളരെ വ്യക്തമാണ്. കാരണം താൻ തന്റെ ആഗ്രഹം ടോപ്പ് ഓർഡറിൽ ബാറ്റ് ചെയ്യണമെന്ന ആഗ്രഹം ഗാരി കേസ്റ്റൺ എന്ന കോച്ചിനോട് പറഞ്ഞിരുന്നു. ഒപ്പം തന്നെ സീനിയർ താരങ്ങളോട് പറഞ്ഞിരുന്നു. അവരുടെ പിന്തുണ ലഭിച്ചതിന് ശേഷമാണ് താൻ ടോപ്പ് ഓർഡറിൽ യുവരാജ് സിംഗിന് തൊട്ടുമുൻപായി ബാറ്റ് ചെയ്യാൻ അഞ്ചാമനായി ഇറങ്ങിയത് എന്ന് അദ്ദേഹം വ്യക്തമാക്കി കഴിഞ്ഞിരിക്കുന്നു. തീർച്ചയായും രണ്ട് ഓഫ് സ്പിന്നർമാർ പന്തെറിഞ്ഞുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ തീർച്ചയായും അങ്ങോട്ടേക്ക് ഒരു ഇടംകയ്യൻ ബാറ്റ്സ്മാൻ അല്ല, മറിച്ച് വലംകയ്യൻ ബാറ്റ്സ്മാൻ തന്നെയായിരുന്നു വരേണ്ടത്. വളരെ ബുദ്ധിപൂർവമായ വളരെ ബ്രില്യന്റ് തീരുമാനം തന്നെയായിരുന്നു അത്. അതിന് ഇന്ത്യക്ക് ഗുണവും ലഭിച്ചിരിക്കുന്നു. തീർച്ചയായും മനോജ്, താങ്കൾക്ക് തീർച്ചയായും പറയാൻ ചിലതൊക്കെ ഉണ്ടാവും ഈ ആഘോഷം കാണുമ്പോൾ. തീർച്ചയായിട്ടും എനിക്ക് എടുത്തു പറയാനുള്ള ഒരു കാര്യം ഞാൻ ആദ്യം സൂചിപ്പിച്ച ധോണിയുടെ ഒരു ക്യാപ്റ്റൻസിനെ പറ്റിയിട്ടാണ്. ധോണിയുടെ ഒരു പെർഫോമൻസ് ഈ ഒരു മാച്ചിൽ ധോണി വളരെ നന്നായിട്ട് പെർഫോം ചെയ്തു എന്നുള്ളത് ഒരു വ്യത്യാസമുള്ള ഒരു കാര്യമാണ്. പക്ഷെ അതിനേക്കാളെല്ലാം ഉപരിയായിട്ട് ധോണിയുടെ ഒരു ക്യാപ്റ്റൻസി എന്ന് പറയുന്നത് വളരെ ഡിഫറന്റ് ആയിട്ടുള്ള, ഇന്ത്യയുടെ ഏറ്റവും വലിയൊരു ഭാഗ്യമാണ് ഇങ്ങനെ ഒരു ക്യാപ്റ്റനെ ഇന്ത്യക്ക് കിട്ടി എന്നുള്ളത് തന്നെ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏത് ഡിസിഷൻ എടുത്താലും അതിൽ ഉറച്ചു നിൽക്കുകയും അതിന് കറക്റ്റായിട്ടുള്ള ഒരു റീസൺസ് പറയുകയും ചെയ്യുന്ന ഒരു ക്യാപ്റ്റൻ. ആദ്യം തൊട്ട് നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, അഹമ്മദാബാദ് മാച്ചിൽ ഓസ്ട്രേലിയയുമായിട്ടുള്ള മാച്ചിൽ യൂസഫ് പട്ടാനെ മാറ്റി അതിനു പകരം സുരേഷ് റെയ്നയെ ടീമിലേക്ക് കൊണ്ടുവന്നു. സുരേഷ് റെയ്നയെ എന്തുകൊണ്ട് ടീമിലേക്ക് കൊണ്ടുവന്നു എന്നുള്ളതിന് ധോണിയുടെ ആൻസർ ഞാൻ ഇതിനു മുമ്പ് സൂചിപ്പിച്ചു. അതിനു മുമ്പുള്ള രണ്ട് മാച്ചുകളിലും ഇന്ത്യ 50 ഓവേഴ്സ് കളിക്കാൻ ഇന്ത്യക്ക് സാധിച്ചില്ല.